കോഴിക്കോട് തോട്ടുമുക്കത്ത് പുലിയെ കണ്ടതായി നാട്ടുകാർ. വളർത്തുനായയെ കടിച്ചു കൊന്നു. ചങ്ങലയിൽ നായയുടെ തല മാത്രമാണ് ഉള്ളത്. 11:30 2 പട്ടികളും കിടന്ന് ഭയങ്കര കൊര. ഇതെന്തായിരിക്കും ഇങ്ങനെ കുരയ്ക്കുന്നത്? ഇനിയിപ്പോലെ കള്ളന്മാരോ പോലാത്തന്നെ മല നിറച്ച് കള്ളന്മാരോ ഉള്ളതോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ വേഗം ഏറ്റുവന്നു നോക്കി കഴിയുമ്പോൾ ആരെയും കാണുന്നില്ല. ഇതിലൂടെ എല്ലാം ലൈറ്റ് അടിച്ചിട്ട് അത് കഴിഞ്ഞിച്ചിരാരും കഴിഞ്ഞപ്പോൾ ഈ പട്ടി അനങ്ങുന്നില്ല, ഇതിന്റെ കുറെ കേൾക്കുന്നില്ല. അപ്പൊ ഞങ്ങള് കൂട്ടം അവിടെ നിന്ന് ടോർച്ച് അടിച്ചുമ്പോ ഈ പണ്ടം പട്ടി ഇങ്ങനെ ചത്ത പോലെ കിടക്കുന്നുണ്ട്. പക്ഷെ ഇതെന്താന്ന് ഓർത്ത് വന്ന് നോക്കുമ്പോ ഈ പട്ടിയുടെ കൊറനാവിളി ഇങ്ങനെ കടിച്ചിട്ട് ചോര ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അഖില CP വിവരങ്ങളുമായി ചേരുന്നു. അഖില, ഈ പ്രദേശത്ത് വന്യജീവിയുടെ ആക്രമണം നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണോ? വിശദാംശങ്ങൾ എന്താണ്? വനം വകുപ്പ് ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ? ഈ വനം വകുപ്പ് ഇതുവരെ ഇതിൽ ഇടപെട്ടിട്ടില്ല. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാരശ്ശേരി പഞ്ചായത്തിൽ പുലി ഇറങ്ങിയതായി വാർത്തകൾ കൊടുത്തിരുന്നു. ഈ കാരശ്ശേരിയും കൊടിയത്തൂരും തൊട്ടടുത്ത പഞ്ചായത്തുകളാണ്, മലയോര പ്രദേശങ്ങളാണ്. അപ്പോൾ തൊട്ടടുത്ത പഞ്ചായത്തായ കൊടിയത്തൂരിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. തോട്ടുമുക്കം സ്വദേശിയായിട്ടുള്ള മാത്യുവിന്റെ വീട്ടിലെ വളർത്തു നായനെയാണ് ഇന്നലെ പുലി കടിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായും വീട്ടിൽ 2 വളർത്തു നായ്ക്കളുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി 11 മണിയോടെ അസാധാരണമായ നായ്ക്കളുടെ കുര കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോഴാണ് ഒരു നായയെ ഇത്തരത്തിൽ വാർന്ന നിലയിൽ കണ്ടെത്തിരുന്നത്. അപ്പോൾ ഈ വീട്ടുകാർ കുറച്ചു നേരം മാറി നിന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ആ മാറി നിന്ന് നിരീക്ഷിക്കുന്ന സമയത്ത് കുറച്ച് അകലെയായി 2 തിളക്കമുള്ള കണ്ണുകൾ കണ്ടു എന്നും ഈ ഇത്തരത്തിൽ വീട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ ഈ കണ്ണുകളും കണ്ടു എന്നുള്ളൊരു ഏതായാലും ആ പ്രദേശത്ത് പുലി ഇറങ്ങിയതായാണ് നാട്ടുകാർ പറയുന്നത്.